കാഷ്വാലിറ്റിക്ക് സമീപത്തേക്കാണ് ഈ 13 വയസ്സുകാരിയെയും കൊണ്ട് എത്തിക്കുന്നത്. വളരെ നിർണായകമായ മുഹൂർത്തങ്ങളാണ്. കാരണം ഈ 13 വയസ്സുകാരിയെ കൊല്ലത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിലാണ് ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ലിസി ആശുപത്രിയുടെ എമർജൻസി മെഡിസിനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കുട്ടിയെ ഇവിടുത്തെ ഹാർട്ട് സർജറിയുടെ റൂമിലേക്ക് തന്നെ മാറ്റും. അവിടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പരിശോധനകൾ, പ്രാഥമികഘട്ട പരിശോധനകളെല്ലാം തന്നെ നടത്തുകയും ചെയ്യും. ഒരു ഹൃദയം കുട്ടി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നതാണ് കുട്ടിയുടെ കുടുംബം. അതുകൊണ്ട് തന്നെ ഒരു ഹൃദയം കുട്ടിക്ക് ഡോണർ ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ തന്നെ കൊല്ലത്ത് നിന്ന് ഈ കുട്ടിയോട് ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം ആശുപത്രി അധികൃതർ തന്നെ മന്ത്രി പി രാജീവുമായി ബന്ധപ്പെടുകയും മന്ത്രി പി രാജീവിനോട് ഈ ഒരു ഹെലികോപ്റ്റർ ഏർപ്പാടാക്കിയാൽ കുട്ടിയെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാമെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊള്ളാനും പറഞ്ഞിരുന്നു. പക്ഷേ ഹെലികോപ്റ്റർ ബാംഗ്ലൂരുവിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹെലികോപ്റ്റർ ബാംഗ്ലൂരുവിൽ നിന്ന് കൊല്ലത്ത് പോയി കുട്ടിയെ ഇവിടെ വരെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സമയത്തിനകം തന്നെ വന്ദേ ഭാരതിൽ കുട്ടിക്ക് അതിനും പെട്ടെന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആകാൻ സാധിക്കും എന്നുള്ളതിനാലാണ് വന്ദേ ഭാരത് ട്രെയിനിൽ ഈ 13 വയസ്സുകാരിയെ എറണാകുളത്തേക്ക് എത്തിച്ചത്.